നമ്മളെപ്പോഴും ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു റോയൽ എൻഫീൽഡ് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം അയാളെന്തായാലും ഫാസ്റ്റായിട്ട് പോവില്ല, മെല്ലെ പോകുള്ളൂ, ബാക്കിയുള്ളവർക്ക് കൂടെ പോവാം. അപ്പോൾ സേഫ് റൈഡ് അവിടെ സെറ്റായി. പക്ഷേ നിങ്ങൾ എന്തൂസിയാസ്റ്റ് ആണെന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ ഒരു പഴയ വണ്ടി നിങ്ങളെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഒരു വണ്ടി പ്യുവർലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് മെക്കാനിക്കലി വർക്ക് ചെയ്യുന്ന ഒരു വണ്ടിയുടെ അവസ്ഥ എന്നറിയാനും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാനൊക്കെ നമുക്ക് എന്തായാലും ആവശ്യമാണ് ഒരു പഴയ വണ്ടി എന്നുള്ളതാണ്. തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് അതിനോടൊക്കെ എതിർപ്പുണ്ട്. കാരണം ഇത് കേരളമാണ്. കേരളത്തിൽ നല്ല കേരളം എന്നോ അല്ലെങ്കിൽ നല്ല തട്ടേക്കാടെന്നോ ഭംഗിയുള്ള കേരളത്തിലൊരു സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ മതി. എന്തിനാണ് യൂറോപ്പിൽ സ്ഥലത്തെ കൊടുത്തിട്ട് ഇവിടെ കൊടുത്ത് കൂട്ടിക്കെട്ടുന്നത്? ഓക്കെ, 3 വണ്ടികൾ BMW 310 GS, എൻ്റെ വണ്ടി എൻഫീൽഡ്. ഓക്കെ, പഴയതാണോ പുതിയതാണോ അതാണ് നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. ശരി, ഇതാണത് മിനി സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കുന്ന കേരളത്തിലെ ഭംഗിയുള്ള തട്ടേക്കാടെന്ന സ്ഥലം. BMW 310 GS അപ്പോൾ നമ്മൾ ഓടിച്ചു വന്ന TVS ഇല്ലേ, അതുമായിട്ട് സാമ്യമുണ്ടെന്ന് ആൾക്കാർ പറയുന്ന വണ്ടിയാണിത്. പക്ഷേ ആദ്യമേ പറയട്ടെ, എൻ്റെ എഞ്ചിൻ വേറെയാണ്, അതിൻ്റെ എഞ്ചിനും വേറെയാണ്. സോ രണ്ടും തമ്മിൽ സാമ്യമൊന്നുമില്ല. ഇനി വരുന്ന പുതിയ അപ്ഡേറ്റ് ഇല്ലേ GSൻ്റെ, അതിൽ ചിലപ്പോൾ സാമ്യങ്ങൾ കണ്ടേക്കാട്ടോ. എന്തായാലും ഈ വണ്ടിയിൽ വലിയ സാമ്യമൊന്നുമില്ല. ഓക്കെ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു KL 44 F7132. അതൊക്കെ വണ്ടിയെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും ഈ വണ്ടി റിലേറ്റീവ്ലി ന്യൂ ആണ്. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ മുകളിൽ അപ്സൈഡ് ഡൗൺ ഫോർക്ക് ഉണ്ട്, പിന്നെ ABS പോലുള്ള കാര്യങ്ങളുണ്ട്. ടെക്നോളജിക്കലി ബ്രില്യൻ്റ് ആണ്. അത് ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആണ്. ആ ഫീലൊക്കെ നമുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ടാവും. കണ്ടോ, പഴയ വണ്ടിയാണോ പുതിയ വണ്ടിയാണോ നല്ലത് എന്നുള്ളൊരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് കാരണങ്ങളുണ്ട്. ഈയിടെ ഞാനൊരു വീഡിയോ കണ്ടു ഇച്ചി ബൂട്ട്സിൻ്റെ, നിങ്ങൾ കാണുന്നുണ്ടാവും. പുള്ളിക്കാരത്തി എൻഫീൽഡുമായിട്ട് ലോകം ചുറ്റിയ ആളാണ്, പല വണ്ടികളുമായിട്ട് ലോകം ചുറ്റിയ ആളാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ പുള്ളിക്കാരത്തി ഇപ്പോൾ ലോകം ചുറ്റാൻ ഉപയോഗിക്കുന്ന വണ്ടി ഏതാ അറിയോ? ഒരു ടെനേറെ ആണ്, യമഹയുടെ പഴയ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി ഓടിക്കുമ്പോൾ പുള്ളിക്കാരത്തി അത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ABS ലൈറ്റ് വന്നു, ഹിമാലയൻ്റെ ഏത് വണ്ടി എനിക്കറിയാൻ പാടില്ല. അതുപോലെ മോഡേൺ വണ്ടികളുടെ പ്രശ്നങ്ങളൊക്കെ പുള്ളിക്കാർ പറയുന്നുണ്ട്. പഴയ വണ്ടിയാകുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ജീവിക്കുന്നത് നെതർലാൻഡ്സിലായതുകൊണ്ടും പുള്ളിക്ക് UK പോയിട്ട് വണ്ടി പണിയാനുള്ള ആവത് ഉള്ളതുകൊണ്ടും കുഴപ്പമില്ല. നമുക്ക് ഇന്ത്യക്ക് അങ്ങനെ ഒരു വലിയ ഒരു പരിപാടിയില്ല. ഇന്ത്യയിൽ അങ്ങനെ സംഭവമില്ല. ഇന്ത്യയിൽ നമുക്കങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കിയെടുത്ത് അത് കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യാനോ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ല, കുറവാണ്. എൻ്റെ വണ്ടികൾ വരുന്നുണ്ടാവും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓഫ് ആവുന്നത്. എന്തായാലും ഞാൻ നോക്കുന്ന വണ്ടികൾ വരുന്നുണ്ടതാണേ. അമ്മമാർ വരണം, എന്നിട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനാണെങ്കിൽ ഒരു ആവേശത്തിനോർത്ത് കയറി പോവുകയും ചെയ്തു. അപ്പോൾ ആ ടെനേറെ കണ്ടതോടുകൂടി എനിക്ക് തോന്നി പഴയ വണ്ടികൾ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ TVS ആണ് എന്നെ നശിപ്പിച്ചെന്ന് പറയാം. TVS എന്നെ സ്പോയിൽ ചെയ്തു. കാരണം YMRP എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയപ്പോൾ ശരിക്കും അവനോട് ചോദിച്ചു, YMRP ഉണ്ട്, പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഏജ് കൂടുതലാണ്, 30 വയസ്സ് പുറത്താണ്. അപ്പോൾ അവർ അയച്ചിരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയച്ചിരുന്ന ഒരു ഇൻവൈറ്റ് എന്ന് പറയുന്നത് 30 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റില്ലെന്നാണ്. പക്ഷേ അവർക്ക് ഒരു എക്സെപ്ഷൻ തന്നു. 35 ഇയേഴ്സിൽ ഞാനത് പങ്കെടുത്തു. അങ്ങനെ ഞാൻ ബൈക്ക് ഓടിക്കാൻ വീണ്ടും പഠിച്ചു. അതായത് പഠിച്ചു എന്ന് പറയുമ്പോഴേ മുമ്പ് ചെയ്തിരുന്ന കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ അതൊന്നുകൂടി വൃത്തിയായിട്ട് ചെയ്യാവുന്ന ഒരു നിലയ്ക്ക് തന്നെ എത്തി. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് പല വണ്ടികളും നമ്മൾ ഓടിച്ചെങ്കിലും എനിക്ക് ബൈക്കിനോടുള്ള പാഷനൊന്നും കാര്യമായിട്ട് കൂടുകയോ കുറയോ ചെയ്തില്ല. ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാറുണ്ട്, പല സ്ഥലത്തും പോകാറുണ്ട്, വരാറുണ്ട്, ശരിയാണ്. പക്ഷേ ലോങ് ഓടിക്കൽ എനിക്കത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല. എന്നാൽ ഈയിടെ നമ്മൾ TVSൻ്റെ വണ്ടി ഉണ്ടല്ലോ, ഏത് RTX 300, അത് ഓടിക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വീണ്ടും ബൈക്ക് ഓടിക്കാനുള്ള ഇഷ്ടം കൂടിയിട്ടുണ്ട് എന്ന്. അങ്ങനെ ഒരു ബൈക്ക് ട്രിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര പോവാം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ കൂട്ടുകാരോട് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാണ് ഇന്ന് ബൈക്കായിട്ട്. ഇത് 310 GS ആണ്. ഓക്കെ, ഈ വണ്ടി റിലേറ്റീവ്ലി ന്യൂ ആണ്, പുതിയതാണ്, എല്ലാ കാര്യങ്ങളും ഉള്ള വണ്ടിയാണ്. എൻ്റെ വണ്ടി എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. എൻ്റെ വണ്ടി പഴയതാണ്. പഴയതെന്ന് പറയുമ്പോൾ അറിയാലോ, കുറേയധികം വർഷങ്ങൾ പഴക്കമുണ്ട്. ഓൾമോസ്റ്റ് 10 ഇയർ പഴക്കമായി.
ഈ 10 വർഷം പഴക്കമുള്ള വണ്ടി ഞാൻ ഒരിക്കലും പുതിയ വണ്ടിയായിട്ട് കമ്പയർ ചെയ്തിട്ട് പഴയതാണ് നല്ലതെന്ന് ഞാൻ പറയില്ല. പുതിയ വണ്ടി തന്നെയാണ് നല്ലത്. കാരണം പുതിയ ബൈക്കിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. സേഫ്റ്റി സൈഡ് നല്ലതാണ്, നമുക്ക് ഓടിക്കുമ്പോൾ കംഫർട്ട് ഉണ്ട്. ഇത് USD ഒക്കെയാണ്, അപ്സൈഡ് ഡൗൺ ഫോർക്കൊക്കെയാണ്. പിന്നെ ബാക്കിൽ മോണോ ഷോക്കാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് ലെവലൊക്കെ നമുക്ക് പുതിയൊരു വണ്ടി, ഫ്യൂൽ ഇഞ്ചക്റ്റഡ് വണ്ടി എന്ന നിലയ്ക്ക് ഗുണങ്ങളാണ്. പക്ഷേ ഇവിടെയുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അത് പഴയ വണ്ടികളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. എന്തായാലും പുതിയ വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം എന്നുള്ളത് ഇതിൻ്റെ ഒരു കാര്യമാണ്. ഇതെനിക്ക് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ വണ്ടിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇനി പഴയ വണ്ടിക്ക് പോയിട്ട് കഥകൾ ഞാൻ പറയാം. എന്താടാ ആ എണ്ണ ഓണാക്കുക, എണ്ണ ഓഫ് ചെയ്തേക്കാൻ താഴേക്കാക്ക്. ഞാൻ പറയാൻ മറന്നാടാ, കിടില വേണ്ടില്ലേ? ആ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ സ്വന്തം ആക്കി തരാം, കൊണ്ടുവച്ചോ, ആക്കി തരാം. മിഷനൊന്നല്ല, വണ്ടി ഒന്ന് സെറ്റാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം പഴയതാണോ പുതിയതാണോ ബെറ്റർ. അതിന് മുന്നേ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയണേ. 2 തരത്തിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ബൈക്കല്ല, കാറിലെന്തോട്ടെ വണ്ടി വാങ്ങിയിട്ട് ആർക്കും കൊടുക്കാതെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ആളുകൾ. പൊന്നുപോലെ സൂക്ഷിക്കുക പറഞ്ഞാൽ വണ്ടി സൂക്ഷിക്കല്ല, ആരെ കൊണ്ട് തൊടിക്കാത്ത ആൾക്കാർ. എന്നാൽ വേറെ ചിലരുണ്ട് വണ്ടി വാങ്ങിയാൽ അത് എല്ലാവരും ഒന്ന് ഓടിച്ചു നോക്കിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് പറയണേ. എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ 10-30 ലക്ഷം രൂപ ഒരു ബൈക്ക് മേടിച്ചായിരുന്നു. പുള്ളിക്കാരനോട് പറഞ്ഞു, വാ നമുക്ക് ഓടിച്ചു നോക്കാമെന്ന് പറഞ്ഞായിരുന്നേ. ഓക്കെ, ഇത് പ്രകൃതി രമണീയമായ സ്ഥലമാട്ടോ. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് യാത്ര പോകുമ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ യാത്ര വലിയ കാര്യമായിട്ട് ആസ്വദിക്കാറില്ല. ഞാൻ പലപ്പോഴും ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടി കിടന്ന് പൊരിയും. കേരളത്തിലെ മറ്റുള്ള ഡ്രൈവേഴ്സിനെ പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു ഡ്രൈവേഴ്സിനെ പോലെ കണ്ടവന്മാരെയൊക്കെ ചീത്ത പറയും, പാഞ്ഞു കയറി പോവും. അതായത് യാത്ര എൻജോയ് ചെയ്തിരുന്നോ സംശയമായിരുന്നു. പലപ്പോഴും യാത്രയേക്കാൾ കൂടുതൽ എത്തുന്നതിന് വേണ്ടിയുള്ള കിടന്ന് പൊരിച്ചിലായിരുന്നു. പക്ഷെ ഇപ്പോൾ എത്ര ദൂരം പോകണം, എങ്ങനെ യാത്ര ആസ്വദിക്കുക എന്നുള്ള ഒരു പാഠം കൂടി ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല കാര്യമാണ്. നമ്മൾ ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് സേഫായിട്ട് സൗണ്ടായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ പഴയ ബൈക്കിലേക്ക് വന്ന ഇച്ചി ബൂട്ട്സ് എന്ന് പറയുന്ന ആ ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുപോയി കൊടുക്കണം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ചാനലിൽ അവർ പുതിയ വണ്ടിയുമായിട്ട് ട്രിപ്പ് പോയിട്ട് പണി കിട്ടി പഴയ വണ്ടിയായിട്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ടെനേറെ പണിയുന്നുണ്ട്. ആ വണ്ടി പണിതതിനെ കുറിച്ച് ആദ്യം പറയാം. ആ വണ്ടി പണിത് ശരിക്കും നല്ല കൗതുകം ഉണ്ടാകുന്നുണ്ട് ആ പണ്ടത്തെ പണിയെക്കുറിച്ച് പറയുമ്പോൾ. കാരണം അവർ CDI ടു എൻജിൻ ടു ബാറ്ററി ഇല്ലാതെയും സ്റ്റാർട്ടാക്കാൻ നിലയ്ക്ക് ഒരു ചെറിയ ബേസിക് വയറിങ് ചെയ്തിട്ട് ഹെഡ്ലൈറ്റിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും വേറെ വയർ ചെയ്തിട്ട് 3 തരം ഇലക്ട്രിക് സർക്യൂട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വണ്ടി ഉണ്ടാക്കുകയാണ്. കാരണം ലോങ് പോവാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലത്ത് കൂടെ, പാകിസ്ഥാൻ പോകുന്ന സ്ഥലത്ത് കൂടെ, അങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ആരെങ്കിലും വണ്ടി മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ വണ്ടി മോഷ്ടിക്കാൻ പറ്റാതിരിക്കാനും കിക്കറടി സ്റ്റാർട്ട് ചെയ്ത് മാത്രം ആണെങ്കിൽ പോലും ഓടിച്ച് പോകാനും നിലയ്ക്ക് വണ്ടി പണിതെടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പണിതിട്ടൊരു വേറെ ബേസിക് ആയിട്ടുള്ള വണ്ടി കൊണ്ട് ലോകം ചുറ്റുന്ന ഇച്ചി ബൂട്ട്സ് ശരിക്കും നമുക്കൊരു വലിയ ഇൻസ്പിറേഷനാണ്. ആ ഇൻസ്പിറേഷൻ്റെ പുറത്ത് നമ്മൾ ചാടി ഇറങ്ങി വണ്ടി ഓടിക്കാൻ പോയതല്ല കേട്ടോ. നമ്മളെന്തായാലും വണ്ടി ഓടിക്കാൻ പോകാറുണ്ട്. അപ്പോൾ പഴയ ബൈക്കിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ ഈ വണ്ടി പർട്ടിക്കുലർലി ഈ വണ്ടിയുടെ മുകളിലേക്ക് വരാണ് 10ാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്ന എൻ്റെ ബജാജ് പൾസർ 220 20.4 HP പവറുള്ള 19 താഴെ മാത്രം ന്യൂട്ടൺ ഈ വണ്ടി. ഇത് ഓടിക്കാൻ ഏറെക്കുറെ 11 സെക്കൻഡ് 12 സെക്കൻഡുള്ള 100 എത്തുന്ന വണ്ടിയാണ്. ഇത് കൈ കൊടുത്ത പാഞ്ഞു പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് എന്താ അറിയോ? ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത്രയും ഈസി ആയിട്ടുള്ള വേറെ വണ്ടിയില്ല എന്നുള്ളതാണ്. ഞാൻ ഈ വണ്ടി ഉപയോഗിച്ചേക്കുന്നത് ഏറെക്കുറെ 22,000 കിലോമീറ്ററാണ്. റിലേറ്റീവ്ലി ഏറ്റവും കുറവ് ഓടിയിട്ടുള്ള 220 ആണെന്ന് പറയാം. വളരെ കുറച്ച് ചിലവുണ്ടാക്കി വളരെ കുറച്ച് പണി മതി ഇതിന് മുകളിൽ ചെയ്യാനായിട്ട്. തീരെ എഫേർട്ടില്ലാണ്ട് നമുക്ക് ഓയിൽ മാറാനും എന്ത് പണിയും. ഇപ്പോൾ നിങ്ങൾക്കറിയോ പൾസർ 220യുടെ ചെയിൻ സ്പ്രോക്കറ്റ് മൊത്തമായിട്ട് മാറ്റേണ്ട കാര്യമില്ലെന്നറിയോ? ഇതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ മുന്നിലെ സ്പ്രോക്കറ്റ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും 40 രൂപ താഴെയാണ് അതിൻ്റെ വില. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഗുണം മനസ്സിലായില്ലേ? അത്രയും സിമ്പിളാണ്. പിന്നെ ചെയിൻ്റെ മുകളിൽ നിന്ന് സൗണ്ട് വന്നപ്പോൾ ചെയിൻ്റെ ഒരു കണ്ണി ഉണ്ടല്ലോ, ആ ലോക്ക് ചെയ്യുന്ന കണ്ണി അത് മാറ്റിയിട്ട് ഞാനത് ഓടിച്ചു തുടങ്ങി. അതും എനിക്ക് വളരെ ഗുണമായിട്ട് തോന്നിയൊരു കാര്യമാണ്, യൂസ് ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നിയ കാര്യമാണ്. അതായത് ചിലവ് കുറവെന്നുള്ളത് മാത്രമല്ല നമുക്ക് വീട്ടിലിട്ട് പണിയാന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു റോയൽ എൻഫീൽഡ് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം അയാളെന്തായാലും ഫാസ്റ്റായിട്ട് പോവില്ല, മെല്ലെ പോകുള്ളൂ, ബാക്കിയുള്ളവർക്ക് കൂടെ പോകാം. അപ്പോൾ സേഫ് റൈഡ് അവിടെ സെറ്റായി.
ഓക്കെ. അപ്പോൾ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ നിന്ന് കോസ്റ്റ് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാനാണ് ഈ വണ്ടി പൊതുവെ പണിതേക്കുന്നത് കംപ്ലീറ്റ് എല്ലാ പണിയും. ആകെ ഒരു ചെറിയ പ്രശ്നം പറ്റിയത് ഇതിൻ്റെ ഇവിടെ ഈ സംഗതി ഉണ്ടോ, എന്തായാലും പറയാം, കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് മാറാനായിട്ട് എനിക്ക് വീട്ടിലിട്ട് പറ്റില്ലായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ ബജാജിൻ്റെ ഷോറൂം കൊണ്ടുപോയി ചെയ്തു. അതുപോലെ വലിയ വലിയ പണികൾ, ഫോർക്ക് ഓയിൽ മാറുക, അങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ ചെയ്തത് ശരിക്കും ഷോറൂമിലാണ് അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലാണ്. ബാക്കി എല്ലാ പണിയും ചെയ്യുന്നത് ഞാനാണ്. എൻ്റെ പൾസർ ഉണ്ടല്ലോ 150 ആദ്യത്തെ വണ്ടി, ആ വണ്ടി ഫുൾ സ്ക്രാച്ചായിട്ട് അഴിച്ച് പറഞ്ഞിട്ട് ഞാൻ ഫുൾ റീസെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വണ്ടിയെക്കുറിച്ച് പണിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ പഴയ വണ്ടിയുടെ ഒരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും ചെറിയൊരു കഷ്ണം വയറും ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ്. ഇതുകൊണ്ട് എവിടെ വരെ പോകാനും നമുക്ക് ടെൻഷനില്ല. പിന്നെ എന്ത് കംപ്ലയിൻറ്റ് വരാനാണ്, കാർബറേറ്റർ ലീക്ക് ആകുമായിരിക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കാർബറേറ്ററിൽ കരട് കൊടുക്കുമായിരിക്കും മാക്സിമം പോയി കഴിഞ്ഞാൽ, അത്രേ ഉള്ളൂ. പിന്നെ പ്ലഗ് ഒന്ന് അടിച്ചു പോയിരിക്കും. അങ്ങനെ കുറച്ച് പണികളുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും പഴയ വണ്ടികളാണ് പുതിയ വണ്ടികളേക്കാൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നല്ലതെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ നാട്ടിലെ റോഡുകളുണ്ട്, കാടുകളുണ്ട്, മരുഭൂമികളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയൊന്നും മോഡേൺ ECU ബേസ്ഡ് വണ്ടികൾ പണിയാൻ പറ്റിയ വർക്ക്ഷോപ്പുകളോ പണിക്കാരോ ഇല്ലല്ലോ. അപ്പോൾ ആ സ്ഥലത്തൊക്കെ നമുക്ക് പോകാനായിട്ട് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് എന്ന് പറയുന്നത് പഴയ വണ്ടിയാണ്. പുതിയ വണ്ടി മോശമാണ്, പഴയ വണ്ടി നല്ലതാണെന്ന് പറഞ്ഞാൽ പഴയ ഒരു അമ്മാവനല്ല ഞാൻ. എനിക്കറിയാം പുതിയ വണ്ടികളുടെ ഗുണങ്ങളൊക്കെ. ഒരു ചെറിയ ടൂളും ഒരു കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റും, നേരാക്കാൻ പറ്റും, ഒക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ സംവിധാനങ്ങൾ വേണം. ഇന്നത്തെ കണ്ടീഷനിൽ ഇപ്പോൾ നമ്മളെവിടെയും ടൂർ പിജി ബൂട്ട്സ് ഫോർ എക്സാമ്പിൾ, അവർക്ക് അഫ്ഗാനിസ്ഥാൻ വരണം, അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകണം, അതല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നൈജീരിയ വേറെ എവിടെ വേണേലും പോകണം. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഈ കമ്പ്യൂട്ടർ ബേസ് വണ്ടിയോട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, വഴി കിടക്കാനുള്ളൂ. അതിന് പകരം പുള്ളി ടെന്നർ എടുത്ത് പോയി. അത് എടുത്തു പോയി എന്ന് പറഞ്ഞാൽ ആ വണ്ടി ഉണ്ടാക്കിയിട്ട് എടുത്തു പോയി. അതായത് 80s വണ്ടി എടുത്തിട്ട് ആ വണ്ടി പണിത് പുതിയ മോഡലാക്കി എല്ലാം മാറി സെറ്റാക്കിയിട്ടല്ലേ പുള്ളി പോയത്. അപ്പോൾ അതൊരു കമൻറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊരു എന്താ പറയുക, നമുക്കൊരു വലിയ ഇൻഫർമേഷനും മാത്രമല്ല, നമുക്ക് ശരിക്കും ഒരു ഇൻസ്പിറേഷനും കൂടെയാണ്. അതുപോലെ ഇപ്പോൾ അടുത്ത് ഒരു സുഹൃത്ത് ഒരു സൂപ്പർ ബൈക്ക് വാങ്ങേണ്ടതുണ്ട്. പുള്ളിക്കാരൻ വണ്ടി വാങ്ങിയതും ശരിക്കും പറയുന്ന ഇൻസ്പിറേഷനാണ്. കാരണം ഒരു സൂപ്പർ ബൈക്ക് മേടിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നടക്കുമായിരിക്കും, പക്ഷേ ഒരു വണ്ടിക്ക് വേണ്ടി കാത്തിരുന്ന് ആ വണ്ടി തന്നെ പോയി മേടിക്കണമെങ്കിൽ അതിന് കുറച്ചൊരു എഫേർട്ട് വേണം, കുറച്ചൊരു എന്തായാലും പറയാം, കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ വേണം. അപ്പോൾ ആദ്യത്തെ കാര്യം പഴയ വണ്ടിയാണ് ഇന്നത്തെ കണ്ടീഷനിൽ കൊണ്ടുനടക്കാൻ ഈസി എന്ന് പറയുന്നത്. ചിലവ് കുറവാണ്, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ 310 GS എൻ്റെ പിന്നിലുണ്ട്. ഓക്കെ, അത് 310 cc ആണ്, ഇത് 220 cc ആണ്. ഒരു 90 cc കുറവുണ്ട് ഈ വണ്ടിക്ക്. എന്നാലും ആ വണ്ടി ഈ വണ്ടി തമ്മിലുള്ള ഒരു മെയിൻ്റനൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറവെന്ന് പറയുന്നത് ഈ വണ്ടിക്കാണെന്ന് കാണാം. അത് ആദ്യത്തെ പോയിൻറ്റ്. രണ്ടാമത്തെ കാര്യം പാർട്സിൻ്റെ അവൈലബിലിറ്റി. ഓക്കെ, ഇപ്പോൾ പുതിയ വണ്ടികൾ ഞാൻ പറയുന്നത് BMW ഒന്നും കമ്പയർ ചെയ്യണ്ട, പുതിയ ബജാജ് പൾസർ തന്നെ ആവട്ടെ, അതൊക്കെ പണിയാനും അതിൻ്റെ ഫിക്സ് ചെയ്യാനും കമ്പ്യൂട്ടർ ബേസ്ഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ടെക്നീഷ്യൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ചിലവ് കുറവിൻ്റെ കൂടെ നമുക്ക് സ്വന്തമായിട്ട് പണിയാൻ എളുപ്പം എന്ന് പറയുന്നതും പഴയ വണ്ടികളാണ്. കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാനും, അതല്ലെങ്കിൽ കേബിളുകളൊന്ന് മാറാനും, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കേബിൾ പൊട്ടിയെന്ന് വെച്ചോ, നമുക്കറിയാം, ഒന്നും പറ്റില്ലെങ്കിൽ അപ്പുറത്തെ വേലിപ്പിൽ നിന്ന് കമ്പി മുറിച്ചിട്ട് കാർബറേറ്ററിൻ്റെ തപ്പത്തിട്ട് വലിച്ചിട്ട് നമുക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ടോട്ടൽ ബൈ വയറാണ്, ഒരു സെൻസറാണ് പോയതെങ്കിലോ ഒന്നും ചെയ്യാനില്ലല്ലോ, ഫോർ എക്സാമ്പിൾ. അപ്പോൾ അതൊരു കാര്യമാണ്. ഇതൊക്കെ വർക്ക്ഷോപ്പുകളുള്ള സ്ഥലത്ത് ബാധകമല്ല, ഞാൻ പറഞ്ഞ വർക്ക്ഷോപ്പുകളില്ലാത്ത സ്ഥലത്താണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സിംപ്ലിസിറ്റിയാണ്. അതായത് CD യൂണിറ്റ് അല്ലെങ്കിൽ CDI അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇലക്ട്രിക്കലായിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് കൊണ്ടു നടക്കാനും അല്ലെങ്കിൽ ഒരു സ്പെയർ എടുത്ത് കൈപിടിച്ചാൽ മതി. ഈസി ടു യൂസ്, ഈസി ടു മെയിൻറ്റെയിൻ, ഈസി ടു റിപ്പയർ മെയിൻറ്റെയിൻ ഒന്നാണ്. പക്ഷേ നമുക്ക് തന്നെ ചെയ്യാനുള്ളതാണ്. ഡു ഇറ്റ് യുവർ സെൽഫ് ഫ്രണ്ട്ലി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവനിത് എവിടേക്ക് പോണ്, തട്ടേക്കാട് മറ്റേ കാട്ടുകൂടെ ഓടിച്ചുകൊണ്ടിരിക്കണേ. അതായത് ആനയുടെ മുന്നിലേക്കാണെന്നോ പ്രേമനെ കൊണ്ടുപോകുന്നത്. എനിവേ, അപ്പോൾ പഴയ വണ്ടിയുടെ അഡ്വാൻറ്റേജുകളുണ്ട്. അപ്പോൾ ഈ വണ്ടി ഞാൻ പുതിയതായിട്ട് അല്ലെങ്കിൽ പുതിയതുപോലെ കൊണ്ടുനടക്കുകയാണ്. ഇപ്പോൾ ആരോ പറഞ്ഞു കേട്ടു പൾസറല്ലേ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് വിവരം അറിയുന്നൊക്കെ. എൻ്റെ വണ്ടി 1.5 ലക്ഷം കിലോമീറ്ററായ വണ്ടി ഞാനിപ്പോൾ ഓടിക്കുന്നുണ്ട്. അത് 17 വർഷം കണ്ടായി. ഞാൻ ആ വണ്ടിയുടെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് റിപ്പയർ ചെയ്തൊക്കെ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിക്ക് പ്രശ്നമില്ല എന്ന് തന്നെയാണ് എൻ്റെ എളിയ അഭിപ്രായം എന്നുള്ളതാണ്. ഇവിടെ ഒരു ഡാമുണ്ടെന്ന് പറയുന്നത്, ഡാമിൻ്റെ അവിടെ പോയിട്ട് നേരെ എറണാകുളം പോകുന്ന പറയുന്നത്. ഓക്കെ, പിന്നെ പുതിയ വണ്ടികൾ റേറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് എന്ത്, അതിൻ്റെ ആ ECU എന്ന് പറയുന്ന കമ്പ്യൂട്ടർ കുത്തി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ എളുപ്പമാണ്. എന്താണ് കംപ്ലയിൻറ്റ് മനസ്സിലാക്കാം, സെൻസറുകളാണെങ്കിൽ മാറ്റി വയ്ക്കാം, സുഖമായിട്ട് ഓടിക്കാം. ഓക്കെ, കാറ് പോലെ കൊണ്ടുനടക്കാനുള്ള. പിന്നെ എൻ്റെ വണ്ടിക്ക് കിക്കറൊന്നുമില്ല, ഇത് പഴയ വണ്ടിയാണെങ്കിൽ കിക്കറൊന്നുമില്ല. പക്ഷേ ഇത് ഒന്ന് തള്ളിയാൽ സ്റ്റാർട്ടാവുന്ന കേസേ ഉള്ളൂ, അതും ഈസിയാണ്. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് എനിക്ക് ഇതിനകത്ത് വന്ന ചിലവുകൾ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് മീറ്റർ ക്ലസ്റ്റർ അടിച്ചു പോയി. അത് ആ ഡിസ്പ്ലേ മാത്രമേ എനിക്കൊരാൾ മാറ്റി തന്നു, അതിന് 900 രൂപയോളം ചിലവായി. പക്ഷേ ഞാൻ ആ ഡിസ്പ്ലേ മാറ്റിയപ്പോൾ
എനിക്ക് എൻ്റെ ട്രിപ്പ് മീറ്റർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുന്നില്ല. ട്രിപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനകത്ത് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ പോയിട്ട് നോക്കണം. പിന്നെ ചെയിൻ സ്പോക്കറ്റ്, ഞാൻ മുന്നിലെ സ്പോക്കറ്റ് മാത്രം മാറിയത്. അങ്ങനെ മാറിയാൽ പോരാ, ഫുൾ മാറണം. പക്ഷേ ഓടുന്നിടത്തോളം ഓടട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയിൻ്റെ ഒരു കണ്ണി കൂടി ഞാൻ മാറ്റേണ്ടതായിട്ട്. അതുപോലെ ടയറുകൾ രണ്ടും മാറി. അത് വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടയറിൻ്റെ കണ്ടീഷനേ മോശമായപ്പോൾ മാറിയതാണ്. അല്ലാണ്ട് ടയർ മാറാൻ വേണ്ടി മാറിയതാണെന്ന് പറയാൻ പറ്റുള്ളൂ. തേഞ്ഞ് തീർന്നതല്ല, അത്രേ ഉള്ളൂ. പിന്നെ കേബിളുകൾ ഇടയ്ക്കിടയ്ക്ക് മാറും, അതുപോലെ പ്ലഗുകൾ ഇടയ്ക്കിടയ്ക്ക് മാറും, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറും. അങ്ങനെ 10 വർഷത്തേക്ക് എടുക്കുന്ന പൾസറുമായിട്ട് ഒരു തട്ടേക്കാട് യാത്ര ഞാൻ വന്നതാണ്. ഈ യാത്ര വന്നപ്പോൾ പുതിയ വണ്ടിയാണ് നല്ലതെന്നും പഴയ വണ്ടിയാണ് നല്ലതെന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അത് പുതിയതാണോ പഴയതാണോ നല്ലതെന്ന് പറഞ്ഞൊരു ടോപ്പിക് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്തൊരു ഉത്തരം ഇല്ല. കാരണം പുതിയതല്ല നല്ലതെന്ന് പറയാൻ പറ്റില്ല. പുതിയതിന് നന്മയുണ്ട്. നന്മ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കാര്യങ്ങളൊക്കെ. പുതിയതിന് കുറേ ഗുണങ്ങളുണ്ട്, പഴയതിനും അതിൻ്റെതായിട്ട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഇച്ചി ബൂട്ട്സ് പോലുള്ള അത്രയും ലോകയാത്ര ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വണ്ടി പഴയതാണെന്ന് പറയുമ്പോഴേ, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴയ വണ്ടികൾ റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നും അത് പുതിയതുപോലെ ആക്കിയിട്ട് ഷോറൂം കണ്ടീഷനാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുമുള്ളത് നമുക്ക് കൂടി മനസ്സിലാവുക ചെയ്യാം. ഇത് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് മുന്നേ എൻ്റെ പഴയ പൾസറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോയിൽ. പക്ഷേ ആ വീഡിയോ അധികം പേരും കണ്ടിട്ടില്ല. ഇത് പൾസർ തന്നെ ആവണമെന്നില്ല, ഏത് വണ്ടിയാണെങ്കിലും. ഇപ്പോൾ എനിക്ക് പുതിയ വണ്ടികൾ ഇഷ്ടമാണ്. യമഹ R15 നല്ല ഇഷ്ടമാണ്. അതുപോലെ ഇപ്പോൾ വന്ന TVS RTX എനിക്കിഷ്ടമാണ്. അതുപോലെ ഡ്യൂക്ക് എന്നല്ല പറയാം, KTM അഡ്വഞ്ചർ ഇഷ്ടമാണ്. കുറേ വണ്ടികൾ ഇഷ്ടമാണ്. പക്ഷേ ആ വണ്ടികളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിലും പഴയ വണ്ടികൾ ഇതുപോലെ മിൻറ്റ് കണ്ടീഷൻ സൂക്ഷിച്ചുകൊണ്ട് വേണം ആ വണ്ടികൾ കൂടി കയ്യിൽ വെക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അതാകുമ്പോൾ രണ്ട് വണ്ടികൾ, നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് വണ്ടികൾ ഉപയോഗിക്കുന്നൊരു ഫീലുണ്ട്. ഒരു പ്യുവർലി മെക്കാനിക്കൽ വണ്ടി ഉപയോഗിക്കുന്നതും ഒരു ഇലക്ട്രോണിക്സ് എയ്ഡ്സൊക്കെ ഉള്ള ഒരു ന്യൂ ജെൻ വണ്ടി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽപ്പെടണം ഇത് ആ വണ്ടി മേടിച്ചാൽ മതി. എൻഫീൽഡിനോട് ഞാൻ കുറ്റം പറയില്ല, പക്ഷേ എനിക്ക് എൻഫീൽഡിനോട് കുറേ വിരോധങ്ങളുണ്ട്. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എൻഫീൽഡിന് കുറേ പ്രശ്നങ്ങളുണ്ട്. അതെന്തായാലും മാറാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ 310 GS ഇല്ല എൻ്റെ പിന്നിലുള്ള. ആ വണ്ടിയുടെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. TVSൻ്റെ വണ്ടിക്ക് അത്രയും പൈസ വരുന്നുണ്ടാവില്ല. പൾസറിന് തീരെ കുറവാണ്. ഇപ്പോൾ പൾസർ NS400 ആണ് എനിക്ക് തോന്നുന്നു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനിൽ CC കൂടിയ വണ്ടി. പക്ഷേ യാത്ര ചെയ്യാൻ അഡ്വഞ്ചർ ബൈക്കാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ബ്രാൻഡ് വാല്യൂ ഒക്കെ വേണമെങ്കിൽ BMW കൊള്ളാം. അതുപോലെ തന്നെയാണ് BMW 5 വർഷമായിട്ട് ആ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് പുതിയ അപ്പാച്ചെ RTXും ഓടിക്കാൻ നല്ല രസമാണ്. RTXിൻ്റെ രസം എന്ന് പറയുമ്പോൾ RTXിൻ്റെ ഒരു ഫീലും ഫണ്ണും എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചാണ്. എനിക്ക് ആ വണ്ടി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ടൊക്കെ സ്മൂത്താകാൻ കാരണം ഞാനിപ്പോൾ ഓയിൽ മാറിയിട്ട് ആ സർവീസും കൂടി ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് ബജാജിൻ്റെ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിക്കാറുള്ളത്. ഇപ്പോൾ 2 വട്ടമായിട്ട് മാറി ഒഴിയുന്നുണ്ട്. പിന്നെ ബജാജിൻ്റെ പാർട്സൊക്കെ ഈസിലി അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഈ ഒരു മീറ്റർ ക്ലസ്റ്റർ പോയപ്പോഴും പുതിയ മീറ്റർ വയ്ക്കാൻ നോക്കി, അതിന് 4000 രൂപയാണ് വില പറഞ്ഞത്. പക്ഷേ ഞാൻ വെക്കാതിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്റർ മാറ്റി ആ മീറ്റർ വയ്ക്കുമ്പോൾ കിലോമീറ്റർ 0 ആവും. പിന്നെ അല്ലെങ്കിലേ ഓടാത്ത വണ്ടിയാണ്. അതിന് 0 ആക്കിയിട്ട് ആളുകൾ തിരിച്ചു എന്ന് പറയേണ്ടത് ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. എന്നാലും ഇനി ഒരിക്കൽ കൂടി അടിച്ചു പോയാൽ ചിലപ്പോൾ മീറ്റർ ക്ലസ്റ്റർ മാറും. കാരണം ഡിസ്പ്ലേ മാറുന്നതിനൊക്കെ നല്ല അതാ തോന്നുന്നു. കാരണം ഈ ഒരു ട്രിപ്പ് മീറ്ററിൻ്റെ പ്രശ്നം വരില്ലല്ലോ. പിന്നെ ഇതിനകത്ത് ചേഞ്ചസ് ചെയ്യാനുള്ളത് 1-2 കാര്യങ്ങളൊന്ന് സീറ്റ് അടിക്കണം. സീറ്റ് അടിക്കുക എന്ന് പറയുമ്പോൾ പൂച്ചകൾ മാന്തി സീറ്റ് നശിപ്പിച്ചിക്കുക. ആ സീറ്റൊന്ന് സ്പോഞ്ച് ഒന്ന് കൂട്ടി അടിക്കണം. പിന്നെ സസ്പെൻഷൻ മാറിയിട്ട് ഹങ്കിൻ്റെയോ കരിസ്മ ZMR-ൻ്റെയോ ആ GRS ഷോക്സ് വെക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ അതായിരിക്കും ഇനി ഇതിൻ്റെ അടുത്ത മോഡിഫിക്കേഷൻ എന്നുള്ളതാണ്. വേറെ മോഡിഫിക്കേഷൻ പ്ലാൻ ചെയ്യുന്നില്ല. ഹാൻഡിൽ കുറച്ച് ഉയർത്തിയേക്കൊള്ളാണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പ്രശ്നമല്ല. എനിക്ക് തോന്നുന്നു വണ്ടി ഓടിക്കാൻ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആവശ്യം ഇപ്പോൾ വരുന്നില്ല. മിററുകളുടെ പ്രശ്നം കണ്ടിട്ട് ഞാൻ മിററുകൾ ഹാൻഡിലേക്ക് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. അത് പക്ഷേ യൂസ് കേസ് ആയില്ല. തിരിച്ച് ഞാൻ ഇത് തന്നെ വെച്ചു. ഇതെനിക്ക് അത്യാവശ്യം കാഴ്ചയൊക്കെ തരുന്ന മിററാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ഈ ഒരു തട്ടേക്കാട് ട്രിപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. ആ കുറേ കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് പുതിയ തലമുറ വണ്ടികളും പഴയ തലമുറ വണ്ടികളും കമ്പയർ ചെയ്താൽ വലിയ വ്യത്യാസങ്ങളില്ല. നമ്മൾ ഭീമമായ വില കൊടുത്ത് വാങ്ങുന്ന വണ്ടികൾക്ക് നമ്മളെ സേഫായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് സത്യമാണ്. ഇപ്പോൾ ഭൂതത്താൻ കണ്ടെത്തി നമ്മൾ. എന്നാൽ പഴയ വണ്ടികൾ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ പുതിയ വണ്ടികളുടെ അതേ റിലയബിലിറ്റിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ റിലയബിലിറ്റിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുള്ളതാണ്. അത് കാര്യമായിട്ട് കാണാം. പിന്നെ ഡു ഇറ്റ് യുവർ സെൽഫ്, അതായത് നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ മെയിൻ്റെനൻസ് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇഷ്ടം എന്ന് പറയുന്നത്, ഒരു വണ്ടി അഴിച്ച് ഫുള്ളായിട്ട് പണിയുക എന്ന് പറയുന്നത് ഒരു ഹരമായിട്ട് കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പഴയ വണ്ടികൾ വാങ്ങിയിട്ട് അത് നേരാക്കി എടുക്കുന്നതിൽ തെറ്റില്ല. എനിക്കിപ്പോൾ ഒരു റെഡ് ഒരു 180 കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി പുള്ളി അബാൻഡൻ ചെയ്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കളയണ്ട, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ 3ാമത്തെ പൾസറാണ് എൻ്റെ ഇരിക്കുന്നത്. എനിക്ക് വേറെ ഏതെങ്കിലും വണ്ടി ഒന്നും കിട്ടിയാൽ കൊള്ളാമെന്ന് വെച്ചിട്ടു. കാരണം ബജാജ് മാത്രം പണിതാൽ പോരല്ലോ. എന്തായാലും ആ വണ്ടി കൂടി ഞാൻ പണിത് നോക്കും. അതിന് ശേഷം ബജാജിലേക്കുള്ള പരിപാടി നിർത്തും. എനിക്ക് കാർബറേറ്റർ വണ്ടികളെ പേടിയായിരുന്നു. ആ പേടി എന്ന് പറയുന്നത് എൻ്റെ പൾസറിൻ്റെ എല്ലാ പണിയും കഴിച്ച് നോക്കിയപ്പോൾ കാർബറേറ്റർ ഒരിക്കലും ശരിയാവുന്നില്ല. അങ്ങനെ കാർബറേറ്റർ ശരിയാവുന്നില്ല നോക്കി വന്നപ്പോൾ എന്താണ് പ്രശ്നമെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് കാർബറേറ്റർ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നേരാക്കുന്നതിനൊക്കെ നല്ലത് റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഞാൻ റീപ്ലേസ് ചെയ്തു. 3300 കൊടുത്ത് പുതിയ കാർബറേറ്റർ വാങ്ങി വെച്ചു.
അപ്പോൾ ആ പ്രശ്നം ഒരു പരിധി വരെ തീർന്ന്. പക്ഷേ E20 എഫക്റ്റ് ആണോ എന്താ അറിയില്ല, ഈ വീണ്ടും ഓവർഫ്ലോ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് ഒന്നുകൂടി ശരിയാക്കേണ്ടതുണ്ട് ആ വണ്ടിക്ക്. ഞാനിപ്പോൾ ഈ വണ്ടിക്ക് ചെയ്യുന്നത് എപ്പോഴും എണ്ണ ഓഫ് ചെയ്യാന്നാണ്. ഒരു ചെറിയ ടിപ്പ് ഇങ്ങനെ കേട്ടു, ആ ഓവർഫ്ലോ എന്ന് വരുന്ന പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പ് നേരെ ഇൻടേക്കിലേക്ക് കൊടുത്താൽ അത് അവിടെ പോയിക്കോളും, പിന്നെ ലീക്കാവില്ല, എണ്ണ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് കേട്ടു. പക്ഷേ കാർബറേറ്ററിൻ്റെ മുകളിൽ മെസ്സപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാണ്ടിരിക്കുന്നതാ. എന്തായാലും പുതിയ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ വണ്ടി മേടിക്കാം. ഒരു പുതിയ റൈഡറാണ്, പുതിയതായിട്ടൊരു വണ്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാണ്ട് പുതിയ വണ്ടി വാങ്ങി ഓടിക്കാം. കാരണം ABS നല്ലതാണ്, EBD നല്ലതാണ്, അതുപോലുള്ള റൈഡ് മോഡുകൾ നല്ലതാണ്, സസ്പെൻഷൻ മോണോ നല്ലതാണ്. പക്ഷേ നിങ്ങൾ എന്തൂസിയാസ്റ്റ് ആണെന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ ഒരു പഴയ വണ്ടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഒരു വണ്ടി പ്യുവർലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് മെക്കാനിക്കലി വർക്ക് ചെയ്യുന്ന ഒരു വണ്ടിയുടെ അവസ്ഥ എന്നറിയാനും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാനൊക്കെ നമുക്ക് എന്തായാലും ആവശ്യമാണ് ഒരു പഴയ വണ്ടി എന്നുള്ളതാണ്. പഴയ വണ്ടി ഉണ്ടെന്ന് പറയുമ്പോൾ ഇനി പുതിയ വണ്ടി ഏതാ? പുതിയ വണ്ടി എനിക്ക് TVSൻ്റെ RTX മേടിച്ചാൽ കൊള്ളാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇച്ചി ബൂട്ട്സിൻ്റെ വീഡിയോസും അതുപോലെ അങ്ങനെ പല ആളുകളുടെ വീഡിയോസും ബൈക്ക് ലൈഫ് വീണ്ടും തിരിച്ചു കൊണ്ടുവരണം ജീവിതത്തിലെന്ന് തോന്നിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ ഇൻഫ്ലുവൻസിൽ, ഞാൻ ഇൻഫ്ലുവൻസറാണ് ഓക്കെ, പക്ഷേ ഞാൻ ഇൻഫ്ലുവൻസ് ആണെങ്കിലും എനിക്ക് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ 10 കിലോമീറ്റർ കൂടി ബൈക്ക് ഓടിക്കേണ്ട, ബൈക്ക് ഡേഞ്ചറസ് ആണ്, ബൈക്ക് ഓടിക്കരുതെന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ബുൾഷിറ്റ് തീരുമാനം. ആ തീരുമാനം TVS മാറ്റി, ഇച്ചി ബൂട്ട് മാറ്റി, എല്ലാവരും കൂടെ മാറ്റി. ഇനി എനിക്ക് വണ്ടി ഓടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ബൈക്ക് ഓടിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദൂരം ബൈക്ക് യാത്രകൾ, അതുപോലെ രാവിലെ എണീച്ച് ബൈക്ക് ഓടിക്കുന്നതൊക്കെ ഒരു ശീലമാക്കിയാൽ എന്താ എന്ന് ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ബൈക്ക് വാങ്ങണമെന്ന് തോന്നുന്നുണ്ട്, ഒരു ബൈക്ക് കൂടി, നല്ല ബൈക്ക്. അപ്പോൾ ഏതെങ്കിലും ബൈക്ക് നല്ലത് വാങ്ങാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. ഭൂതത്താൻകെട്ട് ബാരേജ് ഓക്കെ. അപ്പോൾ നമ്മൾ ഭൂതത്താൻകെട്ടിലേക്ക് എത്തി കേട്ടോ. എന്തായാലും ഈ യാത്ര നമ്മൾ ഭൂതത്താൻകെട്ടിലേക്ക് വന്നു. 67 കിലോമീറ്ററോളം ഓടിച്ച് നമ്മൾ ഭൂതത്താൻകെട്ടിലേക്ക് വന്നിട്ട് ഗാർഡനിലേക്കും ബാരേജിലേക്കുമുള്ള പാസ് 2 വീലർ 5 രൂപ, 3 വീലർ 10 രൂപ, 15 രൂപ, ജീപ്പ് 20, ട്രാവലർ 60. അപ്പോൾ അത്രേ ഉള്ളൂ. ഭൂതത്താൻകെട്ടിലേക്ക് വന്നു. ഇനി ഭൂതത്താൻകെട്ട് കണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ കോതമംഗലം വഴി കൊച്ചി, രാവിലത്തെ റൈഡ്. ഈ റൈഡ് നമുക്ക് തരുന്നൊരു റിലാക്സേഷൻ ഉണ്ട്, ഒരു പാഠമുണ്ട്. യാത്രയിൽ നമ്മൾ ആസ്വദിക്കേണ്ടത് യാത്രയാണ്, ഡെസ്റ്റിനേഷൻ അല്ല എന്നുള്ളത്. അത് നല്ല കാര്യമാണ്. തിരിച്ചു പോകുമ്പോൾ മിക്കവാറും എൻ്റെ നിതംബവും എന്നോട് തന്നെ പറയും, ഇങ്ങനെയൊന്നും അല്ല മോനെ യാത്ര ആഘോഷിക്കേണ്ടത്, ചെറുതായിട്ടൊക്കെ ഒന്ന് നിതംബം തണുപ്പിക്കാനുള്ള സംവിധാനം കൂടി വേണമെന്ന് പറയും. പറയട്ടെ, അപ്പം നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി. ഇതാണ് ഭൂതത്താൻകെട്ട്.